ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന നിലയ്ക്ക് വളരെ പ്രശസ്തമാണ് ബേക്കൽ തടാകം. റഷ്യയിലെ തെക്കൻ സൈബീരിയയിലാണ് ഈ വമ്പൻ തടാകം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകവും ഏറ്റവും ആഴമുള്ള തടാകവും ഏറ്റവും പഴക്കമുള്ള തടാകവും ഇതാണ്. 2.5 കോടിയോളം വർഷം പഴക്കം ഇതിന് കൽപ്പിക്കുന്നു. അന്യഗ്രഹജീവികളുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസങ്ങളിൽ റഷ്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥലവും തെക്കൻ സൈബീരിയയിൽ സ്ഥിതി ചെയ്യുന്ന ബേക്കൽ തടാകമാണ്. ഈ തടാകത്തിൽ മാത്രം കാണപ്പെടുന്ന സ്പീഷീസുകളുടെ എണ്ണം വളരെ കൂടുതലായതിനാൽ റഷ്യയുടെ ഗാലപ്പഗോസ് എന്നും ഈ തടാകം അറിയപ്പെടാറുണ്ട്. ഈ തടാകവുമായി ബന്ധപ്പെട്ടുള്ള അനേകം ദുരൂഹ കഥകളുണ്ട്. ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തമായ കഥ 1982 നടന്ന ഒരു സംഭവത്തെക്കുറിച്ചുള്ളതാണ്. അന്ന് ബേക്കൽ തടാകത്തിൽ നീന്തൽ പരിശീലനം നടത്തിയ റഷ്യൻ നാവികസേനയുടെ 7 ഡൈവർമാർ തടാകത്തിനടിയിൽ അന്യഗ്രഹജീവികളെ കണ്ടെത്തിയെന്നായിരുന്നു അത്. ഹെൽമറ്റും വെള്ളി നിറത്തിലെ ജാക്കറ്റും ധരിച്ചവരായിരുന്നു ഈ അന്യഗ്രഹജീവികൾ. ഡൈവർമാരിലൊരാൾ ഇവരെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അന്യഗ്രഹജീവികൾ ഉയർന്നു ജലോപരിതലത്തിലേക്ക് പോയെന്നും അവിടെ നിന്ന് അപ്രത്യക്ഷരായെന്നുമാണ് കഥ. ഇതൊരു കെട്ടുകഥയാണെന്ന് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും ബേക്കലുമായി ബന്ധപ്പെട്ടുള്ള പ്രശസ്തമായ കഥയാണിത്. ഈ തടാകത്തിന്റെ കരകളിൽ നീണ്ട നാളുകളായി മനുഷ്യവാസമുണ്ടായിരുന്നു. ദീർഘനാളായി ദുരൂഹതയുടെ കമ്പിളിപ്പുതപ്പണിഞ്ഞു നിൽക്കുന്ന ഈ തടാകവും അന്യഗ്രഹജീവികളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കഥകളുണ്ട്. സോവിയറ്റ് കാലഘട്ടത്തിൽ ഒട്ടേറെ അന്യഗ്രഹ പേടകങ്ങൾ ഇവിടങ്ങളിൽ ലാൻഡിംഗ് നടത്തിയെന്നും അധികാരികൾ ഇക്കാര്യങ്ങൾ ജനങ്ങളിൽ നിന്നും മറച്ചുവെച്ചുവെന്നും ചിലർ വിശ്വസിക്കുന്നു. ജലാന്തര ഭാഗത്തെ പോടുകളിലുമൊക്കെ 10 മീറ്ററിലധികം ഉയരമുള്ള അസ്ഥികൂടങ്ങളുണ്ടെന്നൊക്കെ ഇടക്കാലത്ത് പ്രചാരണമുണ്ടായിരുന്നു. ഇത് കണ്ടെത്താൻ പല ഡൈവർമാരും ശ്രമിച്ചിരുന്നു, എന്നാൽ ലഭിച്ചില്ല. 2009 രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ 2 യാത്രികർ ബേക്കൽ തടാകത്തിന് മുകളിലൂടെ നിലയം കടന്നുപോയ വേളയിൽ വിചിത്രമായ 2 ഇരുണ്ട വൃത്തങ്ങൾ മഞ്ഞിൽ കണ്ടു. അവർ അതിന്റെ ചിത്രങ്ങളെടുത്തു. ഏറെക്കാലം ഇതൊരു ദുരൂഹതയായി നിന്നു. എന്നാൽ പിൽക്കാലത്ത് ഇത് തടാകത്തിലെ രാസപ്രവർത്തനങ്ങളുടെ ഭാഗമായുണ്ടായ വൃത്തങ്ങളാകാമെന്ന അഭിപ്രായം ശാസ്ത്രജ്ഞർ ഉയർത്തി. പക്ഷേ ഈ വിശദീകരണം വിശ്വസിക്കാൻ കൂട്ടാക്കാതെ വൃത്തങ്ങൾ അന്യഗ്രഹജീവികളുമായി ബന്ധപ്പെട്ടുള്ളവയാണെന്ന് വിശ്വസിക്കുന്ന ഒട്ടേറെ പേരുണ്ട്.